നമസ്കാരം. സ്പേസ് ടിപ്സിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. പ്രീവിയസ് ക്വസ്റ്റ്യൻ സീരീസിൽ നിന്ന് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്ന് പറയുന്നത് 33/2019 ആദ്യമായിട്ടാണ് ചാനൽ വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ LGS എക്സാം എഴുതുന്ന എല്ലാവരെയും ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയപ്പെടാം. ഫസ്റ്റ് വൺ, കേരള വിദ്യാഭ്യാസ നിയമത്തിന് രൂപം നൽകിയ മന്ത്രി ആരാണ്? കേരള വിദ്യാഭ്യാസ നിയമത്തിന് രൂപം നൽകിയ മന്ത്രി ആരാണ്? TA മജീദ്, വി ആർ കൃഷ്ണയ്യർ, PK ചാത്തൻ മാസ്റ്റർ, ജോസഫ് മുണ്ടശ്ശേരി. ആൻസർ ജോസഫ് മുണ്ടശ്ശേരി. കേരള വിദ്യാഭ്യാസ നിയമത്തിന് രൂപം നൽകിയ മന്ത്രി ആരാണ്? ജോസഫ് മുണ്ടശ്ശേരി. നെക്സ്റ്റ് വൺ, ഭോപ്പാൽ ദുരന്തത്തെ ആസ്പദമാക്കി ഡൊമിനിക് ലാപ്പിയർ എഴുതിയ പുസ്തകം ഏതാണ്? ഭോപ്പാൽ ദുരന്തത്തെ ആസ്പദമാക്കി ഡൊമിനിക് ലാപ്പിയർ എഴുതിയ പുസ്തകം ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ്, ദ ഗൈഡ്, ഇറ്റ് വാസ് 5 past midnight, ഇന്ത്യ ആഫ്റ്റർ നെഹ്റു. ആൻസർ ഇറ്റ് വാസ് 5 past midnight. ഭോപ്പാൽ ദുരന്തത്തെ ആസ്പദമാക്കി ഡൊമിനിക് ലാപ്പിയർ എഴുതിയ പുസ്തകം ഏതാണ്? ഇറ്റ് വാസ് 5 past midnight. നെക്സ്റ്റ് വൺ, എറണാകുളം ജില്ലയിലെ ഇടപ്പള്ളിയിൽ നിന്നാണ് NH-17 ആരംഭിക്കുന്നത്. അത് അവസാനിക്കുന്നത് എവിടെയാണ്? മുംബൈ, പനവേൽ, പൂന, ഡൽഹി. ആൻസർ പനവേലാണ്. ആൻസർ പനവേൽ. എറണാകുളം ജില്ലയിലെ ഇടപ്പള്ളിയിൽ നിന്നാണ് NH-17 ആരംഭിക്കുന്നത്. അവസാനിക്കുന്ന എവിടെയാണ്? പനവേൽ. നെക്സ്റ്റ് വൺ, സാർവദേശീയ മനുഷ്യാവകാശ ദിനം ആയി ആചരിക്കുന്നത് എന്നാണ്? ഡിസംബർ 10, മാർച്ച് 8, ജൂലൈ 14, നവംബർ 11. സാർവദേശീയ മനുഷ്യാവകാശ ദിനം ആയി ആചരിക്കുന്നത് എന്നാണ്? ആൻസർ എന്താണ്? ഡിസംബർ 10. ഡിസംബർ 10 സാർവദേശീയ മനുഷ്യാവകാശ ദിനം ഡിസംബർ 10. അടുത്ത ക്വസ്റ്റ്യൻ, ടു സെയിൻസ് എന്ന പുസ്തകം എഴുതിയ അദ്ദേഹത്തിൻ്റെ ഭിന്നശേഷിക്കാരൻ്റെ മകനെ കൊണ്ടാണ് തൻ്റെ പുസ്തകങ്ങൾ പ്രകാശിപ്പിക്കുന്നത്. ആരാണ് അദ്ദേഹം? ആനന്ദ് ശർമ്മ, PV അഖിലാണ്ടൻ, അരുൺ ഷുറി, മുൽക്ക് രാജ് ആനന്ദ്. ആൻസർ അരുൺ ഷുറി. ടു സെയിൻസ് എന്ന പുസ്തകം എഴുതിയ അദ്ദേഹത്തിൻ്റെ ഭിന്നശേഷിക്കാരനായ മകനെ കൊണ്ടാണ് തൻ്റെ പുസ്തകങ്ങൾ പ്രകാശിപ്പിക്കുന്നത്. ആരാണ് അദ്ദേഹം? ആൻസർ അരുൺ ഷുറി. നെക്സ്റ്റ് വൺ, കേരള കാളിദാസ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? കുഞ്ഞിക്കുട്ടൻ നമ്പുരാൻ, AR രാജരാജവർമ്മ, PC കുട്ടിക്കൃഷ്ണൻ, കേരളവർമ്മ, വലിയ കോയി തമ്പുരാൻ. ആൻസർ കേരളവർമ്മ, വലിയ കോയി തമ്പുരാൻ. കേരള കാളിദാസൻ, കേരളവർമ്മ, വലിയ കോയി തമ്പുരാൻ. നെക്സ്റ്റ് വൺ, കെട്ടിടങ്ങൾക്കുള്ളിൽ മറിഞ്ഞിരിക്കുന്നവരെ അവർ അറിയാതെ നിരീക്ഷിക്കുവാൻ സഹായിക്കുന്ന ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ ഏജൻസി വികസിപ്പിച്ചെടുത്ത തെർമൽ ഇമേജിംഗ് റഡാറിൻ്റെ പേര് എന്താണ്? അഗ്നി, ദിവ്യചക്ഷു, ആകാശ്, പൃഥ്വി. ആൻസർ ദിവ്യചക്ഷു. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ രാഷ്ട്രപതിയായ ആദ്യ ശാസ്ത്രജ്ഞൻ ഏതാണ്? KR നാരായണൻ, പ്രണവ് മുഖർജി, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, APJ അബ്ദുൽ കലാം. ആൻസർ APJ അബ്ദുൽ കലാം. ഇന്ത്യൻ രാഷ്ട്രപതിയായ ആദ്യ ശാസ്ത്രജ്ഞൻ APJ അബ്ദുൽ കലാം. നെക്സ്റ്റ് വൺ, ഹിമാലയൻ പ്രദേശങ്ങളിലെ വൃക്ഷങ്ങളെ സംരക്ഷിക്കുവാൻ സുന്ദർലാൽ ബഹുഗുണ ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ്? ചിപ്കോ പ്രസ്ഥാനം, ലോബയാൻ, ഗ്രീൻ ബെൽറ്റ് പ്രസ്ഥാനം, ഗ്രീൻ പീസ്. ആൻസർ ചിപ്കോ പ്രസ്ഥാനം. ഹിമാലയൻ പ്രദേശങ്ങളിലെ വൃക്ഷങ്ങളെ സംരക്ഷിക്കുവാൻ സുന്ദർലാൽ ബഹുഗുണ ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ്? ചിപ്കോ പ്രസ്ഥാനം. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഓപ്ഷൻസ്: ഗോപാലകൃഷ്ണ ഗോഖലെ, ബാലഗംഗാധര തിലക്, ദാദാഭായ് നവറോജി, സുഭാഷ് ചന്ദ്രബോസ്. ആൻസർ ബാലഗംഗാധര തിലക്. ബാലഗംഗാധര തിലക് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവാണ്. ആരാണത്? ബാലഗംഗാധര തിലക്. നെക്സ്റ്റ് വൺ, ഇന്ത്യ എൻ്റെ രാജ്യമാണെന്ന് തുടങ്ങുന്ന പ്രതിജ്ഞ ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞയായി പ്രഖ്യാപിച്ചതെന്നാണ്? 1950 ജനുവരി 26, 47 ഓഗസ്റ്റ് 15, 65 ജനുവരി 26, 1930 ജനുവരി 30. ആൻസർ 1965 ജനുവരി 26. 1965 ജനുവരി 26. ഓപ്ഷൻ C ആണ് ആൻസർ. നെക്സ്റ്റ് വൺ, കേരളത്തിലെ നവീന ശിലായുഗ കേന്ദ്രം വയനാട്, എടയ്ക്കൽ, മറയൂർ, അട്ടപ്പാടി. കേരളത്തിലെ നവീന ശിലായുഗ കേന്ദ്രം ഏതാണ്? ആൻസർ എടയ്ക്കൽ.
നെക്സ്റ്റ് വൺ, GST എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ചരക്ക് സേവന നികുതി ഇന്ത്യയിൽ നടപ്പിലാക്കിയത് എന്ന് മുതൽ? ആൻസർ 2017 ജൂലൈ 1. 2017 ജൂലൈ 1. നെക്സ്റ്റ് വൺ, ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? വി ആർ കൃഷ്ണയ്യർ, HJ കനിയ, P സദാശിവം, മാർക്കണ്ഡേയ കട്ജു. ആൻസർ HJ കനിയാണ്. HJ കനിയ. നെക്സ്റ്റ് വൺ, സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ഇന്ത്യക്കാരൻ? അമർത്യ സെൻ, CV രാമൻ, രവീന്ദ്രനാഥ് ടാഗോർ, കൈലാസ് സത്യാർത്ഥി. ആൻസർ എന്താണ്? ആൻസർ ഈസ് അമർത്യ സെൻ. അമർത്യ സെൻ. നെക്സ്റ്റ് വൺ, ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്ന പ്രസ്ഥാനമാണ് നീതി ആയോഗ്. എന്നാണ് നിലവിൽ വന്നത്? ആൻസർ 2015 ജനുവരി 1. നീതി ആയോഗ് എന്നാണ് നിലവിൽ വന്നത്? 2015 ജനുവരി 1. 2015 ജനുവരി 1. നെക്സ്റ്റ് വൺ, ഭരണഘടനാപരമായി പരിഹാരം കാണുവാനുള്ള അവകാശത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവുമാണെന്ന് പറഞ്ഞത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, സർദാർ വല്ലഭായ് പട്ടേൽ, ജവഹർലാൽ നെഹ്റു. ആൻസർ ഈസ് ഡോക്ടർ BR അംബേദ്കർ. ഭരണഘടനാപരമായ പരിഹാരം കാണുവാനുള്ള അവകാശം എന്താണ് പറഞ്ഞത്? ആര് പറഞ്ഞതാണിത്? ഡോക്ടർ BR അംബേദ്കർ. നെക്സ്റ്റ് വൺ, ബ്രിട്ടീഷ് ഇന്ത്യയിലെ നീലം കർഷകരുടെ ദുരിതം വിവരിക്കുന്ന നാടകം ഏതാണ്? ആനന്ദമഠം, ഹിന്ദ് സ്വരാജ്, ഗീതാഞ്ജലി, നീലദർപ്പൺ. ആൻസർ നീലദർപ്പൺ. നീലം കർഷകരുടെ ദുരിതം വിവരിക്കുന്ന നാടകം ഏതാണ്? നീലദർപ്പൺ. നെക്സ്റ്റ് വൺ, ദേശീയ പ്രസ്ഥാനത്തിൽ നഴ്സറി എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ബംഗാൾ, മഹാരാഷ്ട്ര, ഗുജറാത്ത്, കേരളം. ആൻസർ ഈസ് ബംഗാൾ. നെക്സ്റ്റ് വൺ, അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ, മൊയ്തു മൗലവി, ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ, സുഭാഷ് ചന്ദ്രബോസ്. ആൻസർ ഈസ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അതിർത്തി ഗാന്ധി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. നെക്സ്റ്റ് വൺ, ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കയിലെ ജീവിതാനുഭവങ്ങൾ ചിത്രീകരിക്കുന്ന സിനിമയാണ് മേക്കിംഗ് ഓഫ് മഹാത്മാ. ആരാണിതിൻ്റെ സംവിധായകൻ? സത്യജിത് റേ, ശ്യാം ബെനഗൽ, റിച്ചാർഡ് അറ്റൻബറോ, അടൂർ ഗോപാലകൃഷ്ണൻ. ആൻസർ ഈസ് ശ്യാം ബെനഗൽ. ശ്യാം ബെനഗൽ. നെക്സ്റ്റ് വൺ, നയി താലീം എന്ന് ആര് വിഭാവനം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ്? നെഹ്റു, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഗാന്ധിജി, മൗലാന അബ്ദുൽ കലാം ആസാദ്. നയി താലീം ആര് വിഭാവനം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ്? ഗാന്ധിജി. ഓക്കെ. നെക്സ്റ്റ് വൺ, പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി? ഇന്ദിരാഗാന്ധി, മൊറാർജി ദേശായി, VP സിംഗ്, ജവഹർലാൽ നെഹ്റു. ആൻസർ ഈസ് ജവഹർലാൽ നെഹ്റു. നെക്സ്റ്റ് വൺ, പഴശ്ശിരാജയെക്കുറിച്ച് എഴുതിയ പുസ്തകമാണ് കേരള സിംഹം. ഇത് എഴുതിയത് ആരാണ്? സർദാർ KM പണിക്കർ, VP മേനോൻ, ശ്രീധര മേനോൻ, RK നാരായൺ. ആൻസർ ഈസ് സർദാർ KM പണിക്കർ. സർദാർ KM പണിക്കർ. നെക്സ്റ്റ് വൺ, കണ്ടൽച്ചെടി സംരക്ഷണത്തിലൂടെ പ്രസിദ്ധനായ കേരളീയൻ? മയിലമ്മ, കല്ലേൽ പൊക്കുടൻ, AK കുമാരൻ മാസ്റ്റർ, പ്രൊഫസർ S സീതാരാമൻ. ആൻസർ ഈസ് കല്ലേൽ പൊക്കുടൻ. കണ്ടൽച്ചെടി എന്ന് പറയുമ്പോൾ കല്ലേൽ പൊക്കുടൻ. നെക്സ്റ്റ് വൺ, വാസ്തുവിദ്യാ മേഖലയിലെ ഗാന്ധിജി എന്നറിയപ്പെടുന്ന ആരാണ്? കനായ കുഞ്ഞിരാമൻ, PRD ദത്തൻ, ലാറി ബക്കർ, CV ആനന്ദ ബോസ്. ആൻസർ ഈസ് ലാറി ബക്കർ. വാസ്തുവിദ്യ ലാറി ബക്കർ. നെക്സ്റ്റ് വൺ, 2017 ഏഷ്യൻ അത്ലറ്റിക് മീറ്റ് നടന്ന സ്ഥലം? കൽക്കട്ട, ന്യൂഡൽഹി, ബാംഗ്ലൂർ, ഭുവനേശ്വർ. ആൻസർ ഈസ് ഭുവനേശ്വർ. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ സ്പോർട്സിൻ്റെ ഗോൾഡൻ ഗേൾ എന്നറിയപ്പെടുന്ന ആരാണ്? KM ബീനാമോൾ, ഷൈനി വിൽസൺ, PT ഉഷ, MD വത്സമ്മ. ആൻസർ ഈസ് PT ഉഷ. ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ വിമാനത്താവളം? ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം ന്യൂഡൽഹി, രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം ഹൈദരാബാദ്, കരിപ്പൂർ, കൊച്ചിൻ. ആൻസർ ഈസ് ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ സൗരോർജ വിമാനത്താവളം. ദ ആൻസർ ഈസ് കൊച്ചിൻ അന്താരാഷ്ട്ര വിമാനത്താവളം, നെടുമ്പാശ്ശേരി, കൊച്ചിൻ. നെക്സ്റ്റ് വൺ, മധ്യകാല ഇന്ത്യയിലെ ആദ്യത്തെ അവസാനത്തേതുമായ വനിതാ ഭരണാധികാരി ആരാണ്? ഝാൻസി റാണി, സുൽത്താന റസിയ, ബീഗം ഹസ്രത്ത്, നൂർജഹാൻ. ആൻസർ ഈസ്
സുൽത്താന റസിയ. സുൽത്താന റസിയ. നെക്സ്റ്റ്, കറൻസി നോട്ട് ഇന്ത്യയിൽ ആദ്യം പ്രിന്റ് ചെയ്തത് എവിടെയാണ്? ആരാണ്? അക്ബർ, അലാവുദ്ദീൻ ഖിൽജി, ഔറംഗസീബ്, ഷെർഷാ സൂരി. ദി ആൻസർ ഈസ് ഷെർഷാ സൂരി. കറൻസി നോട്ട് ആദ്യമേ പ്രിന്റ് ചെയ്ത ആരാണ്? ഷെർഷാ സൂരി. നെക്സ്റ്റ് വൺ, അഷ്ടപ്രധാൻ എന്ന മന്ത്രിസഭ ഏത് രാജവംശവുമായി ബന്ധപ്പെട്ടതാണ്? രജപുത്രർ, സോളങ്കീസ്, ചേരന്മാർ, മറാത്ത. അഷ്ടപ്രധാൻ. ദി ആൻസർ ഈസ് മറാത്ത. നെക്സ്റ്റ് വൺ, മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം. സംക്ഷേപ യഥാർത്ഥം, ഹോർത്തൂസ് മലബാറിക്കസ്, കോകുല സന്ദേശം, അർത്ഥ നിരൂപണം. ആൻസർ ഈസ് സംക്ഷേപ യഥാർത്ഥം. നെക്സ്റ്റ് വൺ, ദില്ലി ചലോ എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ആരാണ്? ഗാന്ധിജി, സുഭാഷ് ചന്ദ്രബോസ്, ബാലഗംഗാധര തിലക്, ദാദാഭായ് നവറോജി. ആൻസർ ഈസ് സുഭാഷ് ചന്ദ്രബോസ്. നെക്സ്റ്റ് വൺ, ട്രായ് ശുപാർശ അനുസരിച്ച് പോലീസ്, ഫയർഫോഴ്സ്, ആംബുലൻസ് എന്നിവയ്ക്ക് ഇന്ത്യയിൽ ആകമാനം നിലവിൽ വന്ന പൊതു നമ്പർ ഏതാണ്? ആൻസർ 112. നെക്സ്റ്റ്, ഇന്ത്യയിൽ പത്രങ്ങളുടെ വിമോചകൻ എന്നറിയപ്പെടുന്ന ആരാണ്? ക്ലെമന്റ് ആറ്റ്ലി, ലോർഡ് കഴ്സൺ, ലോർഡ് ഡൽഹൌസി, ചാൾസ് മെറ്റ്കാഫ്. ദി ആൻസർ ഈസ് ചാൾസ് മെറ്റ്കാഫ്. നെക്സ്റ്റ് വൺ, അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തിയത്? സിസ്റ്റർ നിവേദിത, മാഡം ഭിക്കാജി കാമ, ആനി ബസന്റ്, സരോജിനി നായിഡു. ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തിയത് ആരാണ്? ആൻസർ ഈസ് മാഡം ഭിക്കാജി കാമ. നെക്സ്റ്റ് വൺ, പ്രച്ഛന്നബുദ്ധൻ എന്നറിയപ്പെടുന്ന മഹാൻ. പ്രച്ഛന്നബുദ്ധൻ എന്നറിയപ്പെടുന്ന മഹാൻ ശ്രീ നാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, ശങ്കരാചാര്യർ, വാഗ്ഭടാനന്ദൻ. ദി ആൻസർ ഈസ് ശങ്കരാചാര്യർ. ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഏറ്റെടുത്തത് എന്നാണ്? ആൻസർ 1857. നെക്സ്റ്റ് വൺ, ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന മഹാൻ. ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബാലഗംഗാധര തിലക്, മഹാത്മാഗാന്ധിജി. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന മഹാൻ ആരാണ്? ആൻസർ ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജി. നെക്സ്റ്റ് വൺ, ചൂർണി എന്നറിയപ്പെടുന്ന നദിയുടെ ഇന്നത്തെ പേര്? ഭാരതപ്പുഴ, പെരിയാർ, ഗോദാവരി, കാവേരി. ആൻസർ എന്താണ്? പെരിയാർ. ചൂർണി പെരിയാർ. നെക്സ്റ്റ് വൺ, കാർഷിക ഗ്രാമീണ വികസനത്തിനായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ പരമോന്നത ബാങ്ക്? എക്സിം ബാങ്ക്, മുദ്ര ബാങ്ക്, നബാർഡ്, ഭാരതീയ റിസർവ് ബാങ്ക്. ആൻസർ ഈസ് നബാർഡ്. കാർഷിക ഗ്രാമീണ വികസനത്തിനായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ പരമോന്നത ബാങ്കാണ് നബാർഡ്. രാഷ്ട്രത്തിൻ്റെ മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്ന ഭരണഘടനയിലെ ഭാഗം? പ്രിയാമ്പിൾ, മൗലിക അവകാശങ്ങൾ, മൗലിക കടമകൾ, നിർദ്ദേശ തത്വങ്ങൾ. ദി ആൻസർ ഈസ് നിർദ്ദേശക തത്വങ്ങൾ. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ പ്രഥമ വനിതാ മുഖ്യമന്ത്രി? സുചേത കൃപലാനി, സരോജിനി നായിഡു, ഷീല ദീക്ഷിത്, ജയലളിത. ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ പ്രഥമ വനിതാ മുഖ്യമന്ത്രി ആരാണ്? സുചേത കൃപലാനി. സുചേത കൃപലാനി. നെക്സ്റ്റ് വൺ, ചൗരി ചൗര സംഭവത്തിൻ്റെ ഫലമായി പെട്ടെന്ന് നിർത്തിവെച്ച പ്രക്ഷോഭം ഏതാണ്? നിയമലംഘന പ്രസ്ഥാനം, നിസ്സഹകരണ പ്രസ്ഥാനം, ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്, ബർദോളി സത്യാഗ്രഹം. ചൗരി ചൗര സംഭവത്തിൻ്റെ ഫലമായി പെട്ടെന്ന് നിർത്തിവെച്ച പ്രക്ഷോഭം ഏതാണ്? ദി ആൻസർ ഈസ് നിസ്സഹകരണ പ്രസ്ഥാനം. നിസ്സഹകരണ പ്രസ്ഥാനം. നെക്സ്റ്റ് വൺ, വിവരസാങ്കേതിക നിയമം പാസ്സാക്കിയ വർഷം? വിവരസാങ്കേതിക നിയമം പാസ്സാക്കിയ വർഷം ഏതാണ്? 2000. വിവരസാങ്കേതിക നിയമം 2000. നെക്സ്റ്റ് വൺ, ഭാരതരത്നം നേടിയ ആദ്യ വനിത? മദർ തെരേസ, സരോജിനി നായിഡു, പി ടി ഉഷ, ഇന്ദിരാഗാന്ധി. ആൻസർ ഇന്ദിരാഗാന്ധി. ഏത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ജന്മദിനമാണ് കർഷക ദിനമായി ആചരിക്കുന്നത്? മൊറാർജി ദേശായി, വി പി സിംഗ്, പി വി നരസിംഹറാവു, ചരൺ സിംഗ്. ആൻസർ ഈസ് ചരൺ സിംഗ്. കർഷക ദിനം ചരൺ സിംഗ്. നെക്സ്റ്റ് വൺ, ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത്? തീരദേശം, ഡെക്കാൻ പീഠഭൂമി, ഉത്തര മഹാസമതലം, പഞ്ചാബ്, ഹരിയാന സമതലം. ദി ആൻസർ ഈസ് ഉത്തര മഹാസമതലം. ഇന്ത്യയുടെ ധാന്യപ്പുര ഉത്തര മഹാസമതലം. കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്ന നഗരം? മുംബൈ, കൽക്കട്ട, ചെന്നൈ, ലക്നൗ. ദി ആൻസർ ഈസ് മുംബൈ ആണ്. നെക്സ്റ്റ് വൺ,
ഇന്ത്യൻ ഫുട്ബോളിൻ്റെ മെക്ക എന്നറിയപ്പെടുന്നത്? 1 മിനിറ്റ്. ബാംഗ്ലൂർ, കൽക്കട്ട, ഹൈദരാബാദ്, മാംഗ്ലൂർ. ദി ആൻസർ ഈസ് കൽക്കട്ട. നെക്സ്റ്റ് വൺ. കൽപ്പന ചൗള സഞ്ചരിച്ചിരുന്ന ശൂന്യാകാശ വാഹനത്തിൻ്റെ പേര്? പാത്ത് ഫൈൻഡർ, സ്കൈലാബ്, കൊളംബിയ, വീക്കിംഗ്. ദി ആൻസർ ഈസ് കൊളംബിയ. കൽപ്പന ചൗള സഞ്ചരിച്ചിരുന്ന ശൂന്യാകാശത്തിൻ്റെ വാഹനത്തിൻ്റെ പേരാണ് കൊളംബിയ. ഗ്രീൻസ് സമയം കൃത്യമായി കാണിക്കുന്ന ഉപകരണം? ഗ്രീൻസ് സമയം കൃത്യമായി കാണിക്കുന്ന ഉപകരണം? ക്രോണോമീറ്റർ, ഹൈഡ്രോമീറ്റർ, ടെലൂറോമീറ്റർ, CCM ക്ലോക്ക്. ദി ആൻസർ ഈസ് ക്രോണോമീറ്റർ. ഗ്രീനിച്ച് സമയം കൃത്യമായി കണക്കാക്കുന്ന ഉപകരണമാണിത്, ക്രോണോമീറ്റർ. നെക്സ്റ്റ്. ഇന്ത്യയുടെ തെക്കേ അറ്റം ഏതാണ്? കവരത്തി, കന്യാകുമാരി, ഇന്ദിരാ പോയിൻറ്റ്, പോർട്ട് ബ്ലെയർ. ആൻസർ ഈസ് ഇന്ദിരാ പോയിൻറ്റ്. നെക്സ്റ്റ് വൺ. ഇന്ത്യയിൽ അവസാനം രൂപം കൊണ്ട സംസ്ഥാനം? ജാർഖണ്ഡ്, ഉത്തരാഖണ്ഡ്, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന. ദി ആൻസർ ഈസ് തെലുങ്കാന. നെക്സ്റ്റ് വൺ. സൂര്യോദയവും അസ്തമയവും കാണാവുന്ന സ്ഥലം ഏതാണ്? കോവളം, കന്യാകുമാരി, രാമേശ്വരം, ഹിമാലയം. ദി ആൻസർ ഈസ് കന്യാകുമാരി. ഇന്ത്യയിൽ എത്ര സമയമേഖലയുണ്ട്? 1, 3, 2, 4. ആൻസർ 1. ദക്ഷിണ ഭോജൻ എന്നറിയപ്പെടുന്ന രാജാവ്? ചിത്ര തിരുനാൾ, സ്വാതി തിരുനാൾ, പരിശുദ്ധ തമ്പുരാൻ, ശക്തൻ തമ്പുരാൻ. ദി ആൻസർ ഈസ് സ്വാതി തിരുനാൾ. ദക്ഷിണ ഭോജൻ, സ്വാതി തിരുനാൾ. നെക്സ്റ്റ് വൺ. 1936 പട്ടിണി ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? സി കേശവൻ, EMS, NV ജോസഫ്, AK ഗോപാലൻ. ആൻസർ ഈസ് AK ഗോപാലൻ, AKG. പട്ടിണി ജാഥ AK ഗോപാലൻ, AKG. ആഗസ്റ്റ് 15 ഇന്ത്യയെ കൂടാതെ മറ്റൊരു രാജ്യത്തിൻ്റെയും സ്വാതന്ത്ര്യദിനമാണ്. ആ രാജ്യം ഏതാണ്? പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ദക്ഷിണ കൊറിയ, കാനഡ. ആൻസർ ഏതാണ്? ദക്ഷിണ കൊറിയ. നെക്സ്റ്റ് വൺ. അന്താരാഷ്ട്ര മണ്ണ് വർഷം ഏതാണ്? 14, 15, 10, 2011. ആൻസർ 2015. അന്താരാഷ്ട്ര മണ്ണ് വർഷം 2015. കേരളത്തിലെ പ്രധാന നെല്ല് ഗവേഷണ കേന്ദ്രം? പട്ടാമ്പി, കൊച്ചി, പന്നിയൂർ, കണ്ണാറ. ആൻസർ പട്ടാമ്പി. പുല്ലുവർഗത്തിലെ ഏറ്റവും വലിയ സസ്യം? മരച്ചീനി, ആഞ്ഞിലി, മുള, അശോകം. ആൻസർ മുള. നെക്സ്റ്റ് വൺ. ആഫ്രിക്കയിലെ ലൈബീരിയയിൽ 10,000-കണക്കിന് ആളുകൾ മരണപ്പെട്ട രോഗം വവ്വാലുകളാണ് പടർത്തുന്നത് എന്നാണ് കണ്ടെത്തിയത്. ഏതാണ് ആ രോഗം? ക്യാൻസർ, എബോള, കരിമ്പനി, എയ്ഡ്സ്. ആൻസർ ഈസ് എബോള. എബോള വൈറസ്. കറുത്ത പൊന്നെന്നറിയപ്പെടുന്ന സുഗന്ധവ്യഞ്ജനം? കുരുമുളക്, ഏലം, ഗ്രാമ്പൂ, ഉലുവ. ആൻസർ കുരുമുളക്. ലോക പരിസ്ഥിതി ദിനം? ജൂലൈ 5, ജനുവരി 5, ജൂൺ 5, മെയ് 5. ദി ആൻസർ ഈസ് ജൂൺ 5. നെക്സ്റ്റ് വൺ. സ്കർവി ഏത് വിറ്റമിൻ്റെ കുറവ് കൊണ്ടാണ് ഉണ്ടാകുന്നത്? A, B, C, D. ദി ആൻസർ ഈസ് സ്കർവി വിറ്റാമിൻ സി തന്നെ, സി. നെക്സ്റ്റ് വൺ. മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? ഹൃദയം, കരൾ, ശ്വാസകോശം, ത്വക്ക്. ആൻസർ ഈസ് ത്വക്ക്. പഞ്ചേന്ദ്രിയങ്ങളിലല്ലേ വരുന്ന ഒന്നാണ് ത്വക്ക്. ഏറ്റവും വലിയ അവയവം തന്നെ ത്വക്കാണ്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന സൗജന്യ ചികിത്സാ പദ്ധതി ഏതാണ്? ജീവസ്പർശം, ആരോഗ്യകിരണം, സുഹൃതം, കാരുണ്യം. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സാ പദ്ധതി. ആൻസർ ഈസ് ആരോഗ്യകിരണം. ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകം ഏതാണ്? ധാന്യകം, കൊഴുപ്പ്, പ്രോട്ടീൻ, ധാതുക്കൾ. ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകം ഏതാണ്? ദി ആൻസർ ഈസ് പ്രോട്ടീൻ, അതായത് മാംസ്യം. പ്രോട്ടീൻ മാംസ്യമാണ് ശരീരത്തെ വളർച്ചയ്ക്കും, അതായത് കോശങ്ങളുടെ വളർച്ചയ്ക്കും
നിർമ്മിതിക്കുമൊക്കെ സഹായിക്കുന്നത് പ്രധാന ആഹാര ഘടകം പ്രോട്ടീനാണ്. ധാന്യകം എന്ന് പറയുന്നത് എന്താണ്? എനർജി തരുന്നത്, പെട്ടെന്ന് നമുക്ക് എനർജി വേണമെങ്കിൽ തരുന്ന ആളാണ് എന്ത്? ധാന്യകം, കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ. കൊഴുപ്പെന്ന് പറയുമ്പോൾ അത് എണ്ണകളാണ്. ധാതുക്കൾ, മിനറൽസ് ഇല്ലേ, മാംഗനീസ്, മഗ്നീഷ്യം അതുപോലുള്ള അയണൊക്കെ ധാതുക്കൾ വരും. അപ്പോൾ പ്രോട്ടീനാണ് ശരീര നിർമ്മിതിക്കും ശരീര വളർച്ചയ്ക്കും സഹായിക പ്രധാനപ്പെട്ട ആഹാര ഘടകം അല്ലേ. നെക്സ്റ്റ്, ആവർത്തന പട്ടികയിൽ 18ാം ഗ്രൂപ്പിൽ വരുന്ന ഉൾപ്പെടുന്ന വാതകങ്ങൾ നിഷ്ക്രിയ വാതകങ്ങൾ എന്നറിയപ്പെടുന്നു. നിഷ്ക്രിയ വാതകമല്ലാത്തത് ഏതെന്ന് കണ്ടുപിടിക്കുക. ആർഗോൺ, നിയോൺ, ഹൈഡ്രജൻ, ഹീലിയം. ആൻസർ ഈസ് ഹൈഡ്രജൻ. നിഷ്ക്രിയ വാതകം അല്ലാത്തത് ഏതാണ്? ഹൈഡ്രജൻ. നെക്സ്റ്റ് വൺ, ഹൈഡ്രജൻ എന്ന മൂലകത്തിൻ്റെ ഏത് ഐസോട്ടോപ്പാണ് ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്നത്? പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം ഇവയൊന്നുമല്ല. ആൻസർ ഈസ് ഡ്യൂട്ടീരിയം. ആൻസർ ഈസ് ഡ്യൂട്ടീരിയം. ലോഹ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ധാതു അയിര് എന്നറിയപ്പെടുന്നു. ഉപയോഗിക്കുന്ന ധാതു അയിര് എന്നറിയപ്പെടുന്നു. അലുമിനിയത്തിൻ്റെ അയിര് താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ്? ഹെമറ്റൈറ്റ്, കലാമിൻ, കുപ്രൈറ്റ്, ബോക്സൈറ്റ്. The answer is bauxite. SA മാനദണ്ഡം അനുസരിച്ച് ബോക്സൈറ്റ് ആണ് അലുമിനിയത്തിൻ്റെ അയിര് ബോക്സൈറ്റ്. നെക്സ്റ്റ്, ഹെമറ്റൈറ്റ് ഏതാണ്? നമ്മൾക്ക് അയണിൻ്റെതാണ് അല്ലേ. അയണിൻ്റെ ആണ് ബോക്സൈറ്റ്. കലാമിൻ സിങ്ക് ആണ്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് വീണ്ടും ഇപ്പോൾ വേഗം പോകട്ടെന്ന് വിചാരിച്ചു. ഓക്കെ. ISA മാനദണ്ഡം അനുസരിച്ച് 1ാം ഗ്രേഡ് ടോയ്ലറ്റ് സോപ്പിൻ്റെ TFM എത്ര ശതമാനത്തിൽ കുറയാൻ പാടില്ല? ISA മാനദണ്ഡം അനുസരിച്ച് 1ാം ഗ്രേഡ് ടോയ്ലറ്റ് സോപ്പിൻ്റെ TFM എത്ര ശതമാനത്തിൽ കുറയാൻ പാടില്ല? 60, 70, 76, 80%. ആൻസർ ഓപ്ഷൻ സി ആണ്, 76%. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഓക്സിജൻ, കാർബൺ, നൈട്രജൻ, സ്വർണം. ആൻസർ ഓക്സിജൻ. നെക്സ്റ്റ് വൺ, ഒരു ഡാമിൽ കെട്ടി നിർത്തിയിരിക്കുന്ന ജലം പെൻസ്റ്റോക്ക് കുഴലിലൂടെ താഴോട്ടൊഴുകുമ്പോൾ ഉള്ള ഊർജ്ജരൂപം ഏതാണ്? വൈദ്യോർജ്ജം, ഗതികോർജ്ജം, രാസോർജ്ജം, പ്രകാശോർജ്ജം. ഒരു ഡാമിൽ കെട്ടി നിർത്തിയിരിക്കുന്ന ജലം പെൻസ്റ്റോക്ക് കുഴലിലൂടെ താഴോട്ടൊഴുകുമ്പോൾ ഉള്ള ഊർജ്ജത്തിൻ്റെ രൂപം ഏതാണ്? ആൻസർ ഗതികോർജ്ജമാണ്. ഒഴുകുന്ന വെള്ളത്തിന് ഗതികോർജ്ജം. ഒരേ തീവ്രതയിലുള്ള പച്ച, ചുവപ്പ് എന്നീ പ്രാഥമിക വർണ്ണങ്ങൾ കൂടിച്ചേർന്നാൽ ലഭിക്കുന്ന ദ്വിതീയ വർണ്ണം ഏതാണ്? മജന്ത, സയൻ, മഞ്ഞ, നീല. ആൻസർ എന്താണത്? മഞ്ഞ. പച്ച, ചുവപ്പ് എന്ന് പറയുമ്പോൾ മഞ്ഞ. നെക്സ്റ്റ് വൺ, സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ഐസ് ഉരുകുന്ന താപനില സെൽഷ്യസ് തെർമോമീറ്ററിൽ എത്രയാണ്? -10, 0 ഡിഗ്രി, 37 ഡിഗ്രി, 100 ഡിഗ്രി സെൽഷ്യസ്. ആൻസർ എത്രയാണ്? 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. 0 ഡിഗ്രി സെൽഷ്യസ്. സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ഐസ് ഉരുകുന്ന താപനില തെർമോമീറ്റർ കാണിക്കുന്ന എത്രയാണ്? 0 ഡിഗ്രി സെൽഷ്യസ്. നെക്സ്റ്റ്, ചില ഖരപദാർത്ഥങ്ങളെ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതകമായി മാറുന്നു. ഈ പ്രക്രിയ ഏത് പേരിൽ അറിയപ്പെടുന്നു? ആൻസർ എന്താണ്? ഉത്പതനമാണ്. ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതകത്തിലേക്ക് പോകുന്നു. ഉത്പതനം. നെക്സ്റ്റ് വൺ, ഒരു സമന്വിത പ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസം ഏതാണ്? പ്രകീർണനം, അപവർത്തനം, പ്രതിഫലനം, ആന്തര പ്രതിപതനം. ആൻസർ പ്രകീർണനം. ഒരു സമന്വിത പ്രകാശം ഘടകവർണ്ണങ്ങളെ വേർതിരിയുന്ന പ്രതിഭാസം ഏതാണ്? പ്രകീർണനം. മാത്സ് ഉണ്ട്, അപ്പോൾ അതിലേക്ക് ഞാൻ പോകുന്നില്ല. അത്രയും പെട്ടെന്ന് നിങ്ങൾ GK മാത്രം പഠിച്ചിട്ട് പോകാം. അപ്പോൾ മാത്സ് ചെയ്ത് നോക്കണം. ഓക്കെ. ആൻസേഴ്സ് വേണ്ടവർ കമൻറ്റ് ചെയ്യുക. ആൻസേഴ്സ് മാത്രമേ ഞാൻ ഇടുന്നതായിരിക്കും. ഓക്കെ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓക്കെ. താങ്ക് യു.